അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠയുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദർസു സ്വാനി രണ്ടാമത്തെ പാഠം അവ്വലു മൻസിൽ. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മയ്യത്ത് കട്ടിലിൽ വെച്ചു. ഖാലി പറഞ്ഞു, നമ്മുടെ സഹോദരൻ ഖാസിം ഹാജി നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 80 വർഷമായി നമുക്കിടയിൽ ജീവിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നമുക്കാർക്കെങ്കിലും പ്രയാസകരമായ വാക്കോ പ്രവൃത്തികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കണം. സാമ്പത്തികമായി വല്ല ഇടപാടുകളും ഉണ്ടെങ്കിൽ മകൻ അലി ഹാജിയുമായി ബന്ധപ്പെട്ട് അത് തീർക്കേണ്ടതാണ്. ഖാസിം ഹാജിക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഖാലി തുടർന്നു, ഇഖ്റഉ സൂറത്ത് യാസീൻ അലാ മൗതാക്കും. മരിച്ചവരുടെ മേൽ നിങ്ങൾ സൂറത്തു യാസീൻ ഓതണമെന്ന് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനാൽ ഖാസിം ഹാജിയുടെ പേരിൽ നമുക്ക് യാസീൻ ഓതാം. എല്ലാവരും യാസീൻ ഓതി. ഖാലി ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യത്ത് മസ്ജിദിലേക്ക് എടുത്തു. ആളുകൾ സിക്ർ ചൊല്ലി. കൂടുതൽ ആളുകളും മയ്യത്തിന്റെ മുന്നിൽ നടന്നു. ജനാസ നിസ്കാരത്തിന് തങ്ങൾ ഉസ്താദ് നേതൃത്വം നൽകി. അദ്ദേഹം പറഞ്ഞു, മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹയും രണ്ടാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലണം. മൂന്നാം തക്ബീറിന് ശേഷം അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഅർസിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദി വനഖിഹി മിനൽ ഖതായ കമാ യുനഖ الثوبുൽ അബ്യദു മിനദ് ദനസി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അസാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അസാബിൻ നാർ എന്ന ദുആ നിർവഹിക്കണം. നാലാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. വിദൂര മഹല്ലുകളിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കാൻ ഖാലി ആഹ്വാനം ചെയ്തു. മയ്യത്ത് മറവ് ചെയ്യാൻ മഖ്ബറയിലേക്ക് എടുത്തു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചു. മുഖവും നെഞ്ചും ഖിബ്ലയിലേക്ക് തിരിച്ച് വലതുവശത്തിന്റെ മേൽ ചിരിച്ച് കിടത്തി. കവിൾത്തടം മറം നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെച്ചു. ശേഷം മൂടുകല്ല് വെച്ചു. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിട്ടു. ഉസ്താദ് മയ്യത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുത്തു. എല്ലാവരും കുറെ സമയം തസ്ബീഹ് ചൊല്ലി. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. ശേഷം ഫാത്തിഹയും ഇഖ്ലാസും മുഅ്വിദത്തൈനിയും ഓതി ദുആ ചെയ്തു പിരിഞ്ഞു. മയ്യത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെയുണ്ടാവുകയും ചെയ്താൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് 1 ഖീറാത്ത് എന്ന ഹദീസ് ഖാലിദ് ഓർത്തു. അല്ലാഹുവേ, എനിക്കും ഇവിടെ കൂടിയവർക്കും 2 ഖീറാത്ത് കൂലി നൽകണമേ എന്ന് അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിക്കാം. അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹുവേ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നക്തുബ്.
മയ്യിത്ത് നിസ്കാരത്തിലെ മൂന്നാം തക്ബീറിന് ശേഷമുള്ള ദുആ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഅർസിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദി വനഖ്ഖിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ الثوبുൽ അബ്യളു മിനദ് ദനസി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അസാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അസാബിൻ നാർ. 2. മയ്യിത്ത് നിസ്കാരത്തിലെ നാലാം തക്ബീറിന് ശേഷമുള്ള ദുആ. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. 3. ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അപ്പോൾ നോക്കൂ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 4. തസ്ബീത്ത്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. 5. സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യിൻ. മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം വിവരിക്കുക. അപ്പോൾ നോക്കൂ, ആദ്യം നിയ്യത്ത് ചെയ്യുക. ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്ത് ലില്ലാഹി തആല എന്ന് നിയ്യത്ത് ചെയ്യുക. മറഞ്ഞ മയ്യിത്താണെങ്കിൽ ഉസല്ലിൽ ഫർള അലാ സാലിക്കൽ മയ്യിത്ത് ലില്ലാഹി തആല എന്നും നിയ്യത്ത് ചെയ്യുക. ഒന്നാം തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. രണ്ടാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ്യ സ്വലാത്ത് ചൊല്ലുക. മൂന്നാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ നിർവഹിക്കുക. നാലാം തക്ബീറിന് ശേഷം എല്ലാവർക്കും വേണ്ടിയുള്ള ദുആ നിർവഹിക്കുക. തുടർന്ന് സലാം വീട്ടുക. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നഖ്റ. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അതിന്റെ അർത്ഥമാണ് അല്ലാഹുവേ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ. വഗ്സിൽഹു, മയ്യിത്തിനെ നീ കുളിപ്പിക്കണമേ. അസ്സൽജു, മഞ്ഞ്. അൽബർദു, അലിയും പഴം, ആലിപ്പഴം. നഖ്ഖിഹി മിനൽ ഖതായ, പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കണമേ. അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി, തന്റെ ഭവനത്തേക്കാൾ ഉത്തമമായ ഭവനം അവന് നീ പകരം നൽകണമേ. അദ്ഖിൽഹുൽ ജന്നത, അവനെ സ്വർഗത്തിൽ കടത്തേണമേ. അഈദ്ഹു മിൻ അസാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്ന് അവന് അഭയം നൽകണമേ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദ്യവേളയിൽ മയ്യിത്തിന് നീ സ്ഥൈര്യം നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ മയ്യിത്തിന് നീ ഉത്തരം തോന്നിപ്പിക്കണമേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുവേ മയ്യിത്തിന്റെ ഇരു പാർശ്വങ്ങളെ തൊട്ടും ഖബറിനെ നീ വിശാലമാക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ, കാരുണ്യം ചൊരിയണമേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, അല്ലാഹുവേ സർവ ഭയങ്ങളിൽ നിന്നും മയ്യിത്തിന് നീ അഭയം നൽകണമേ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1. മരിച്ചവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യൽ നിർബന്ധമാണ്? ഉത്തരം: മയ്യിത്തിനെ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കൽ, മയ്യിത്ത് മറമാടൽ തുടങ്ങിയവ. രണ്ടാമത്തത്, മയ്യിത്ത് സംസ്കരണത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഉത്തരം: 2 ഖീറാത്ത്. മൂന്നാമത്തെ ചോദ്യം, ഖീറാത്ത് എന്നാൽ എന്ത്? ഉത്തരം: ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് ഒരു ഖീറാത്ത്. നാലാമത്തെ ചോദ്യം, മയ്യിത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ ഖാലി ജനങ്ങളോട് പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശമെന്ത്? ഉത്തരം: പരലോകത്ത് ആ തെറ്റിൽ നിന്നും മയ്യിത്തിന് മോചനം ലഭിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. അഞ്ചാമത്തെ ചോദ്യം, മയ്യിത്തിന് വേണ്ടി യാസീൻ ഓതാൻ നിർദ്ദേശിക്കുന്ന ഹദീസ് എഴുതുക. ഉത്തരം: ഇഖ്റഉ സൂറത യാസീൻ അലാ മൗതാക്കും. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം തഖ്സീസ്. തൽഖീനിന്റെ വാചകങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതുക.
അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമത്തി ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. يا عبد الله ابن أمة الله حواء اذكر العهد الذي كنت عليه في دار الدنيا وخرجت عليه إلى دار الآخرة كنت تشهد أن لا إله إلا الله وأن محمد رسول الله وتشهد أن الموت حق وأن القبر حق وأن السؤال حق وأن البعث حق وأن الحساب حق وأن الجنة حق وأن النار حق وأن لقاء الله تبارك وتعالى حق وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور إذا جاءك الملكان الكريمان الحائلان المسميان بمنكر ونكير فأيقظاك وأجلساك وسألاك ومن نبيك وما دينك وما قبلتك وما إمامك ومن إخوانك فقل لهما بلسان طلق فصيح بلا جزع ولا فزع. الله ربي ومحمد النبي والإسلام ديني والكعبة قبلتي والقرآن إمامي والمسلمون إخواني. ഇത് 3 പ്രാവശ്യം ചൊല്ലണം. صبتك الله بالقول الثابت. ഇത് 3 പ്രാവശ്യം ചൊല്ലണം. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.